സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ കുറച്ച് നാളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ കുറച്ച് ആക്സിഡൻ്റൊക്കെ ആയിട്ട് കിടപ്പിലായിരുന്നു ഒരു 3-4 മാസം. സോ ഐ എം ബാക്ക് ഇൻ ആക്ഷൻ. സോ നമ്മുടെ കുറേ ട്രാവൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്, അത് പതിയെ വരും. പക്ഷേ ഒരു തിരിച്ചു വരവെന്നുള്ളപ്പോൾ നല്ലൊരു അടാറ് തിരിച്ചു വരവ് വരണമെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ചും കൂടെ ഡിലേ ആക്കിയ. സോ എൻ്റെ പുറകിൽ കിടക്കുന്ന നമ്മുടെ ഡാറ്റ്സൺ, നിങ്ങൾക്കറിയാമായിരിക്കും നമ്മളൊരു 1 ഇയർ മുമ്പ് ഒരു എന്താ പറയുക ഒരു മോഡിഫിക്കേഷൻ സീരീസ് തുടങ്ങിയായിരുന്നു. നമ്മൾ എക്സോസ്റ്റ് വാൽവട്രോണിക് എക്സോസ്റ്റ് വെച്ചു. വൺ ഓഫ് ദ കേരളാസ് ഫസ്റ്റ് ഇന്ത്യാസ് ഫസ്റ്റ് വാൽവട്രോണിക് എക്സോസ്റ്റ് ഡാഷനിൽ വെച്ച് നമ്മുടെ വണ്ടിയിലായിരുന്നു. അതിനെ വിശ്വസിക്കുന്നു, മാറിയിട്ടുണ്ടോയെന്ന് അറിയില്ല. പിന്നെ അന്ന് നമ്മൾ അലോയ്ക്ക് ഇട്ടു, കുറച്ചൊക്കെ നിന്ന് അത് കഴിഞ്ഞിട്ട് ആ ബിൽഡ് സീരീസേ നിന്ന് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ ഡാറ്റ്സൺ വേറൊരു വണ്ടിയായിട്ട് ഇടിച്ചു, പോലീസ് പിടിച്ചു, എക്സോസ്റ്റ് അലോയൊക്കെ പൊക്കി, മൊത്തം സീനായി, കുറച്ച് ക്ലാഷിലായിരുന്നു. ഇപ്പോൾ ചെറുക്കൻ തിരിച്ച് കുറച്ച് നാളായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇരിപ്പുണ്ട്. സോ അവൻ്റെ ബിൽഡ് സീരീസ് പിന്നെയും തുടങ്ങുകയാണ്. ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് ഏകദേശം അറിയാമായിരിക്കും, ഞാൻ അപ്ഡേറ്റ്സ് എല്ലാം അതിൻ്റെ അത് ഇടുന്നുണ്ട്, അപ്പോൾ ഇടുന്നുണ്ട്. സോ ഇന്ന് December 3rd or 4th ഐ തിങ്ക്. സോ സ്റ്റിൽ പണിയിലാണ്, ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം. സോ ഗായ്സ്, ഇതാണ് നമ്മുടെ ഡാറ്റ്സണിപ്പോൾ. ഇത്രയും പൊക്കം നോക്കണ്ട, ഞാൻ ജാക്കി വെച്ച് പൊക്കിയേക്കാണ്, ഓഫ് റോഡ് വേർഷനൊന്നും ആക്കുമല്ല. സോ നമ്മൾ ഒരു 8Jയുടെ ഒരു 5 സ്റ്റാർ ടൈപ്പ് അലോയ്സ് ആണ് ഇട്ടിരിക്കുന്നത്. സോ നമ്മളൊരു 8J സ്റ്റാർ ടൈപ്പ് അലോയാണ് ഫ്രണ്ടും ബാക്കും ഇട്ടേക്കുന്നത്. നമ്മൾ ചിലപ്പോൾ നമുക്ക് വീൽ സൈസ് ചെറുതായിട്ടൊരു ഡിഫറൻസ് തോന്നും, കാരണം ഫ്രണ്ടിൽ 195/55 ആണ്, ബാക്കിൽ 195/45 ആണ്. ഒരു മിസ് മാച്ച് ആയിട്ടാണ് കിടക്കുന്നത്. സോ നമ്മൾ ഫിക്സ് ചെയ്യും, നമ്മൾ വർക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ പതുക്കെ വരുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സാധനം എക്സ്ട്രാ കാണാം. അതായത് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഡാറ്റ്സിൻ്റെ മോഡിഫിക്കേഷൻ സീരീസിൽ ഇട്ടപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നതാണ് നമ്മൾ വൈറ്റ് ബോഡി ചെയ്യുന്നുള്ളൂ. ഇത് വൈറ്റ് ബോഡി ആയിട്ട് കൂട്ടണ്ട, നമ്മളൊരു ഫെൻഡർ ആർച്ച് വെച്ചിട്ടുള്ളൂ, ഇതിന് കവർ ചെയ്ത് ഇതിന് സെറ്റാക്കി വരും. ഇതിപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഉള്ളൊരു പരിപാടിക്ക് വേണ്ടി മാത്രം വെച്ചേക്കാണ്. സോ ദാറ്റ് ഈസ് മൈ ഡോഗ് ടോമി. സോ നമ്മൾ എക്സോസ്റ്റ് പഴയ പോലെ തന്നെ ഇപ്പോഴും വെച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക്. ഒരു മഫ്ലറും കൂടെ വയ്ക്കണം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് കട്ടൗട്ടേ നമ്മൾ വെച്ചിട്ടുള്ളൂ, മഫ്ലർ ടൈപ്പ് അല്ല ചെയ്യുന്നത്. മഫ്ലറൊക്കെ ഊരി മാറ്റിയിരുന്നു, മഫ്ലർ ഇനി വയ്ക്കണം. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഫെൻഡർ ആർച്ച് അല്ലെങ്കിൽ ഓവർ ഫെൻഡേഴ്സ് എന്നൊക്കെ പറയാം. ഇത് പൊതുവേ അങ്ങനെ ഇപ്പോൾ ആരും ഡാറ്റ്സിൽ വെച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ ഇതും വേണമെങ്കിൽ നമുക്കൊരു കേരളാസ് ഫസ്റ്റ് ഡാറ്റ്സൺ ഗോ വൈറ്റ് ബോഡി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, എനിക്ക് വിശേഷിപ്പിക്കാം. നിങ്ങൾക്ക് അതിനോട് യോജിക്കാം. സോ എൻ്റെ അറിവിൽ വേറെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊന്നിലും ഞാൻ വേറൊരു ഡാറ്റ്സൺ ഇതേപോലെ വൈറ്റ് ബോഡി ചെയ്തൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. സോ ആക്ച്വലി ഞാൻ എല്ലാം വരച്ച് വിളിച്ചിട്ടേക്കാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് സ്പ്ലിറ്ററിൻ്റെ ഭാഗങ്ങളാണ്. ഫ്രണ്ട് സ്പ്ലിറ്റർ വയ്ക്കാനുള്ള പരിപാടിയിലൊക്കെയാണ്. സാധാരണ നമ്മൾ നിലത്ത് വെച്ച് തന്നെ ചെയ്തായി, കാലിൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നിലത്തിരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ബെമ്പർ ഊരി, അപ്പോൾ മാസ്കിൻ ടൈപ്പ് വെച്ച് അലൈൻ ചെയ്ത് കറക്റ്റായിട്ട് ഇനിയിപ്പോൾ സ്ക്രൂ ചെയ്ത് കയറ്റണം. സ്ക്രൂ ചെയ്ത് കയറ്റിയിട്ടുള്ളൊരു വീഡിയോ കാണിക്കാം. ഇത് ഇൻസ്റ്റാളേഷൻ വീഡിയോ ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യുള്ളൂ, കാരണം ഇത്തിരി ഓക്വേർഡായിട്ടിരുന്നാലേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോപ്പറായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല കാലിൻ്റെ ഇഷ്യൂ കാരണം. സോ ഇതൊരു എന്താ പറയുക ഡാറ്റ്സൺ, അതായത് നമ്മുടെ ബ്ലൂ ഡെവിളിൻ്റെ ഒരു വേർഷൻ 3 എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. വേർഷൻ 3യുടെ ജസ്റ്റ് തുടക്കം മാത്രമാണ് ഇത്. പാർട്ട് 1 ആണ്, അതായത് കോസ്മെറ്റിക്കൽ പാർട്ട് 1 ആണ്. പിന്നെ നമുക്ക് സസ്പെൻഷൻ ചെയ്യണം, എക്സോസ്റ്റ് ഇത്തിരി കൂടെ പക്കയാക്കണം, അതുപോലെ തന്നെ ഫുൾ ഗ്ലാസ് ടിൻറ്റ് ചെയ്യണം. ദെൻ ഞാനൊരു ഇൻസ്റ്റയിലൊരു ഗ്രൂപ്പായിട്ട് സംസാരിച്ചു, നമ്മുടെ കസ്റ്റം ടെയിൽ ലാംപ്സും കസ്റ്റം ഹെഡ് ലൈറ്റ്സും വരുത്താൻ വേണ്ടി. കസ്റ്റം ടെയിൽ ലാംപ്സ് ഭയങ്കര പാടാണ് ഡാറ്റ്സിന് കിട്ടാൻ. സോ അവന്മാർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് നമ്മൾ ഉടനെ ഒരു അപ്ഡേറ്റ് ഉണ്ടാകുന്നതായിരിക്കും, അതിനെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റ്. സോ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും, കാരണം എന്താ പറയുക നമ്മൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ കാണിക്കുന്നു, അത് സ്പ്ലിറ്ററിൻ്റെ ഇൻസ്റ്റാളേഷൻ കാണിക്കുന്നു. പിന്നെ യു ഗൈസ് ക്യാൻ സീ വണ്ടി കംപ്ലീറ്റ്ലി പെയിൻറ്റ് ഡാമേജ്ഡ് ആണ്.
സ്ക്രാച്ചസും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എത്രത്തോളം ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ഈ വെയിൽ കാരണം എത്രത്തോളം അറിയാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഒരു കളർ ചേഞ്ച് ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കളറായിരിക്കും. അതൊരു സാധനം ഞാനിങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു പറ്റിയൊരു ടീമിനെ കണ്ടുപിടിച്ചിട്ട് കളർ ചേഞ്ച് വരുത്തണം. പിന്നെ ദെൻ ഇത് നമ്മുടെ സൈഡ് സ്കേർട്ടാണ്. സൈഡ് സ്കേർട്ട് സാധാരണ നമ്മുടെ ആമസോണിൽ നിന്നൊക്കെ കിട്ടുന്ന സൈഡ് സ്കേർട്ടാണ്. ഏകദേശം ഇതിങ്ങനെ ഇരിക്കും, അതിവിടം വരെ നീളമുള്ളൂ. സോ ഇത് ഫുള്ളി ബഡ്ജറ്റ് ബിൽഡാട്ടോ. ഓക്കെ, നമുക്കിത് ആർക്ക് വേണമെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാവുന്ന പറ്റുന്നേ ഉള്ളൂ. ഇത് ആമസോണിൽ കിട്ടുന്ന സാധനമാണ്. ഈ ഫെൻറ്റാസ് ഏകദേശം ഒരു 2000 to 3000 റേഞ്ചിൽ പല വണ്ടിയുടെ ഉണ്ട്. ഞാൻ യൂണിവേഴ്സൽ ടൈപ്പാണ് മേടിച്ചത്. സോ അതാണ് ചെറിയൊരു ഗ്യാപ്പ് അവിടെ കണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. വേറെ ഇതേ സെയിം മെറ്റീരിയലിൻ്റെ സാധനം നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അലോയ്സ് നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡൊക്കെ നല്ല വിലക്കുറവിലൊക്കെ ഇപ്പോൾ ഒത്തിരി ഒരു 30K താഴെ, അല്ല 30 അല്ല 25K താഴെ ഒത്തിരി അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ തള്ളി നിൽക്കാത്തതൊക്കെ നമുക്ക് എടുത്തതേ ഉള്ളൂ. AJ ഒന്നും വേണ്ട, സാധാരണ ഒരു 7.5 ഒരു 7J ഒക്കെ ആണെങ്കിൽ എല്ലാ വണ്ടിയിലും അത്യാവശ്യം നല്ല ഫിറ്റായിട്ട് കിടക്കും. പിന്നെ നമ്മുടെ ഈ സ്പ്ലിറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഐ തിങ്ക് കോസ്റ്റ് അറൗണ്ട് 2500 2000 സംതിങ്, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഏകദേശം അത്രയൊക്കെ വരുന്നുള്ളൂ. അതും നിങ്ങൾക്ക് സുഖമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനേ ഉള്ളൂ. സ്ക്രൂസും കാര്യങ്ങളും അതിൻ്റെ അത് ഗൈഡ് ലൈൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതനുസരിച്ച് നമ്മൾ സ്ക്രൂ ചെയ്താൽ മതി. ഇതും യൂണിവേഴ്സലാണ് ഞാൻ മേടിച്ചത്. കുറച്ചും കൂടെ നമുക്ക് കറക്റ്റ് വണ്ടിയുടെ ഇപ്പോൾ സ്വിഫ്റ്റ് കാര്യങ്ങളിലേക്കാണ് കറക്റ്റ് ഫിറ്റ് ചിലപ്പോൾ നമുക്ക് ഓൺലൈൻ മേടിക്കാൻ കിട്ടുന്നതാണ്. സോ കുറേ നാളായി നിങ്ങളെയൊക്കെ കണ്ടിട്ട്. സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുത്തിട്ടും കുറേ നാളായി, ഇതേപോലെ സംസാരിച്ചിട്ടും കുറേ നാളായി. സോ എന്തെങ്കിലും തെറ്റുണ്ട് ക്ഷമിക്കുക. ഇത്തിരി ചാടി ഓടിയാ പറഞ്ഞ് പോകണമെന്ന് എനിക്കറിയാം. ദെൻ ദാറ്റ്സ് ഓൾ. നമുക്ക് സ്പ്ലിറ്റർ വെച്ച് കഴിഞ്ഞിട്ട് സ്പ്ലിറ്ററിൻ്റെ ഇൻസ്റ്റാളേഷൻ ഞാൻ നോക്കട്ടെ. പറ്റുമെങ്കിൽ ഞാനിവിടെ ഒരു ടൈം ലാപ്സ് പോലെ എടുക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വെച്ചിട്ട് നമുക്കുള്ള കാര്യങ്ങളെല്ലാം കൂടെ കാണിക്കാം. സോ നമുക്ക് നമ്മുടെ ബമ്പർ ലിപ്പ് ഫിക്സ് ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് മാർക്കിങ് റെഫറൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ മാസ്കിംഗ് ടേപ്പൊക്കെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അതായത് സ്പ്ലിറ്ററിൻ്റെ നേരെ ഇവിടെ ഒരു ചെറിയൊരു സെക്ഷനുണ്ട്, അതിൻ്റെ നേരെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു. ഇവിടെ നമ്മുടെ ഈ സെൻട്രലിലെ ഈ ഒരു പിങ്സിൻ്റെ ആ ഭാഗത്തായിട്ട് അവിടെ നിന്ന് ഒരു മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു. ഇത് അലൈൻ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള 3 പീസ് എന്നുള്ള അതെല്ലാം കൂടെ അലൈൻ ചെയ്ത് പക്കയാക്കാൻ. ഇത് കുറച്ചൊരു എന്താ പറയുക വലുതാണ്. നമ്മൾ നിലവിൽ ഇത് വെച്ചിട്ട് ഇത്തിരി ഓവർലാപ്പിംഗ് ആയിട്ട് സ്ക്രൂ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയുണ്ട് പക്കയാണെന്ന് നോക്കിയിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമേ ഡയറക്റ്റ് കട്ട് ചെയ്യുന്നില്ല, കാരണം നമുക്കിതൊക്കെ എന്താ പറയുക ചെയ്ത് പഠിച്ച് വരുന്നേ ഉള്ളൂ. സോ ആദ്യമേ കട്ട് ചെയ്ത് കൊളാക്കുന്നില്ല. സോ ഗൈസ് വെയിറ്റ് ഫോർ ദ അപ്ഡേറ്റ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ഡാറ്റ്സൺ. സോ വെയിറ്റ് ഫോർ ദ അപ്ഡേറ്റ്. നിങ്ങൾ ഇതുവരെ കാണാതെ ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു ഡാറ്റ്സണാണ് ഇവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആൻഡ് അഗെയിൻ ഇറ്റ്സ് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനം. ആർക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വണ്ടി ബിൽഡ് ചെയ്യുന്നത്. എക്സെപ്റ്റ് ഫോർ ദ എക്സോസ്റ്റും ട്യൂണും അതിനകത്ത് നിന്ന് ഒഴിവാക്കട്ടോ. ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റുമെന്നൊന്നും ചോദിച്ചിട്ടുണ്ട് താഴെ കമൻ്റ് ഒന്നും വന്നേക്കരുത്. അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. സോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഏത് വണ്ടിയിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. പിന്നെ വണ്ടി ഇത്രയൊക്കെ പണി ചെയ്താൽ കുറച്ചും കൂടി ഒരു ലോ പ്രൊഫൈൽ നടക്കേണ്ടി വരും. അതായത് വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ വഴി കൂടെ കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ മാമന്മാരെ കൊണ്ടുപോകും. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. നമുക്ക് സ്പ്ലിറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് തിരിച്ചതിൻ്റെ അത് വെച്ചിട്ടുള്ള വീഡിയോസ് കാണാം. സ്റ്റേ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം സ്പ്ലിറ്റർ ജസ്റ്റ് ഒരു മാർക്ക് മൗണ്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 1-2 സ്ക്രൂവിൽ മാത്രം നിർത്തിയേക്കുന്നത്. സോ നമുക്ക് ഇത് യൂണിവേഴ്സൽ സ്പ്ലിറ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. സോ ഞാനതൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ലെവലാക്കാൻ വേണ്ടി ഒരു സംഭവമൊക്കെ ചെയ്യാണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതായത് നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വിടവ് കണ്ടോ, ഈ വിടവ് ത്രൂ ഔട്ടുണ്ട്. കാരണം ഈ സ്പ്ലിറ്റർ ശരിക്കും ലോവർ ബമ്പറിൻ്റെ കൂടെ വയ്ക്കേണ്ട സാധനമാണ്.
സോ ലോവർ ബമ്പർ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ആ ഒരു എന്താ പറയുക ആംഗിളിൻ്റെയൊക്കെ വ്യത്യാസം വരുന്നതാണ്. സോ അത് നമുക്ക് ജസ്റ്റ് ഫില്ല് ചെയ്യാനുള്ള സംഭവമുണ്ട്. പിന്നെ അതേ നമ്മളിത് ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറച്ചത് ഇവിടെ ഒരു പോർഷൻ കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊരു ഒറ്റ സെറ്റിലിരിക്കുന്ന പോലെ തോന്നും. വണ്ടി അത്യാവശ്യം പക്കയായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് പൊങ്ങി തോന്നുകയാണെങ്കിൽ ഞാൻ അപ്പുറത്ത് ജാക്കി തന്നെ വെച്ചേക്കാണ്, ഇതുവരെയായിട്ടും താത്തിയിട്ടില്ല. അതാണ് ഇതൊരു ഹൈറ്റ് തോന്നിക്കുന്നത്. കമൻറ്റ് യുവർ തോട്ട്സ്, അതായത് കമൻറ്റ് യുവർ തോട്ട്സ്. ഇതിന് നിങ്ങൾക്ക് ലുക്ക് നല്ലതായിട്ടാണോ തോന്നുന്നത്, വൃത്തികേടായിട്ടാണോ തോന്നുന്നത്? ഇപ്പോൾ ജസ്റ്റ് എന്താ പറയുക ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇത്തിരി വ്യത്യാസം നിങ്ങൾക്ക് തോന്നി. കാരണം ഞാൻ ജസ്റ്റ് ബമ്പർ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ടേ ഉള്ളൂ, ബോൾട്ട് ഓൺ ഒന്നും ചെയ്തിട്ടില്ല. സോ അവിടെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരത്തെ നിർത്തിയിട്ടേക്കുവാണ് ഈ വർക്ക്, പിന്നെ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. സോ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അവസാനം ഈ വീഡിയോയുടെ അവസാനം നമ്മളൊരു ഫുൾ ഓവർവ്യൂ പോലെ നമ്മൾ സെറ്റായി കാണിച്ചു തരാം. പിന്നെ സൈഡ് സ്കേർട്ട് വയ്ക്കുന്ന കാര്യം അതും വയ്ക്കണം. അതും ഈ അടി കിടന്നിട്ടുള്ള പരിപാടി ആയതുകൊണ്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. സോ കുറച്ചൊക്കെ നമ്മൾ വെട്ടിക്കണ്ടിച്ചൊക്കെയാണ് ഇത് സംഭവം സെറ്റാക്കിയേക്കുന്നത്. അത് പെട്ടെന്ന് അറിയാനും പോകുന്നില്ല. ഒന്ന് അലൈൻ ചെയ്തൊക്കെ സെറ്റാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ അടിയിൽ 2 ലൈറ്റ് ഇരിക്കുന്നത്, അത് നമ്മളൊരു ഫ്ലഡിൽ വണ്ടി ഓടിച്ചപ്പോഴത്തേക്ക് അത് അടിച്ചു പോയതാണ്. സോ നമുക്കത് ചേഞ്ച് ചെയ്യണം. ഹെഡ്ലൈറ്റിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മളൊരു കസ്റ്റം ഹെഡ്ലൈറ്റ് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെയിൽ ലാംപ്സും അതൊക്കെ നമ്മൾ അടുത്തടുത്ത് ഓരോരോ അഡീഷനായിട്ട് ഇങ്ങനെ വരും. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. നമ്മുടെ കുറേ വീഡിയോസ് പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്, എഡിറ്റ് ചെയ്ത് കിടക്കുന്നതൊക്കെ, അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇത് സ്റ്റാർട്ടിങ് വീഡിയോ ആയിട്ട് ഒരു തിരിച്ചുവരവിന്, ഒരു കംബാക്കിന് ഒരു നല്ലൊരു വീഡിയോ വേണമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മുടെ ബ്ലൂ ഡെവിലിനെ കൊണ്ട് തന്നെ വന്നിരിക്കുന്നത്. സോ ഇതേപോലെയുള്ള DIY വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ മോഡിഫിക്കേഷൻ തുടങ്ങിയ സമയത്ത് ഒരു വീഡിയോ ഞാനിവിടെ പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ കാണാൻ പറ്റുന്നത്. സോ അല്ലെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടേക്കാം. സോ ഗൈസ് നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം ഞാൻ ജസ്റ്റ് ഒരു മാക്കപ്പ് കാണിച്ചായിരുന്നു, അതുകൊണ്ട് സ്ക്രൂ ചെയ്തു. ശരിക്കും യൂണിവേഴ്സൽ ഇതായതുകൊണ്ട് ഇത്തിരി വലുപ്പമായിരുന്നു. ഇവിടെയാണ് ശരിക്കും ക്ലിപ്പ് വരുന്നത്. ഇവിടെ ഒരു ക്ലിപ്പ്, ഈ ക്ലിപ്പ് ഇങ്ങനെ വയ്ക്കുന്നതായിരുന്നു. പക്ഷേ നമ്മൾ അതിലൂടെ കുറച്ചുകൂടെ കയറ്റിയിട്ട് ഇവിടെ സ്ക്രൂ ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങനെ സ്ക്രൂ ചെയ്തു. ഒരു 3, 4, 5 സ്ക്രൂവിൽ അങ്ങോട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം സാധനം സെറ്റാണ്. നേരത്തെ കാണിച്ച ആ വിടവൊക്കെ ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. സോ നമുക്കിത് ഫിക്സ് ചെയ്യാം. മേ ബി നമ്മുടെ സൈഡ് സ്കേർട്ട് മിക്കവാറും അടുത്ത ദിവസമായിരിക്കും ചെയ്യാൻ പോകുന്നത്. മിക്കവാറും സൈഡ് സ്കേർട്ട് നമ്മൾ അടുത്ത ദിവസമേ ചെയ്യുള്ളൂ. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ജസ്റ്റ് ഒരു 1 മിനിറ്റ് വീഡിയോ, 2 മിനിറ്റ് വീഡിയോ ആയിട്ട് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാം. അതുകൊണ്ട് ഫുള്ളായിട്ടൊന്ന് റിവീൽ ചെയ്യുന്ന വേറൊരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും, സൈഡ് സ്കേർട്ടും കൂടെ വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ഈ ബമ്പർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഫുൾ ഓവർവ്യൂ കാണിച്ചു തരാം. സോ ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ വീൽ ആർച്ചും സ്പ്ലിറ്ററൊക്കെ വെച്ചിട്ടുള്ള ലുക്കായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെന്തായാലും ഈ വീഡിയോയിൽ ഒരു ഫുൾ ഓവർവ്യൂ കാണിക്കുന്നില്ല, ജസ്റ്റ് ടീസ് ചെയ്ത് കാണിക്കുന്നത്. സോ 2 ചെറിയ അപ്ഡേറ്റും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിന് ഫുള്ളായിട്ടൊരു ഇൻട്രൊഡക്ടറി വീഡിയോ, അല്ലെങ്കിൽ ഫുൾ ഓൺ ഇതിൻ്റെ ലുക്സ് എന്താ ചേഞ്ച് ചെയ്തതെന്ന് വെച്ചിട്ടൊരു വീഡിയോ എടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.